സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേക്ക് ബേക്കിംഗ്. കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. തുറക്കാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ഒരു ചാലഞ്ച് ആണ് ഞാൻ ബാക്കിയും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതില് വേറെ കോമഡി എന്താ വെച്ചാൽ ഇവിടെ അതായത് ചാലഞ്ചില് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മള് ഓവൻ വെച്ചാണ്, അല്ലെ നമ്മളെ സ്റ്റൗ വെച്ചാണ്. പക്ഷെ ഓവൻ വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പില്ല. ഒരു വട്ടം ഞാൻ ബ്രൗൺ ഉണ്ടാക്കിയാണ്, ബ്രൗൺ ഓവൻ കത്തിച്ചു കളഞ്ഞു. അതെ, ഓവൻ കത്തിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞ ഓവൻ കിട്ടുന്ന ആള് മിക്കവാറും പെടും. അതെ, മൂഞ്ചലാവാൻ ചാൻസ് ഉണ്ട്. ലോട്ട് വെച്ചിട്ടാണ് ബൈ ദ വേ. അതിന് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് ഉണ്ട്. അത് മിൻസക്ക് ഏത് കിട്ടണ മിൻസ? എനിക്ക് റെഡ് വെൽവെറ്റ്. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. ഓ സെറ്റ് സെറ്റ്. എന്നാ പിന്നെ എന്തിനാ ലോട്ട് ഇടണില്ല? അതെ കൊടുത്തൂടെ, എനിക്ക് തന്നൂടെ മിൻസ. രണ്ട് സാധനം എടുത്തിട്ട് രണ്ട് ലോട്ട് ഉണ്ട്. റെഡ് വെൽവെറ്റ് മിക്സ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് മിക്സ് ഉണ്ട്. അപ്പൊ ആരെടുക്കാൻ പോണേ? എനിക്കിപ്പോ റെഡ് വെൽവെറ്റ് ആയാലും കുഴപ്പമില്ല, വിശ്വാസമല്ല. ഞാൻ ഒന്നെടുക്കാം. അല്ല, പക്ഷെ ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടം. റെഡ് വെൽവെറ്റ് അല്ലത്. വിപ്പിംഗ് ക്രീമിനെ പറ്റി മാത്രമേ നമുക്ക് റെഡ് വെൽവെറ്റ് കിട്ടി. മേൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അതിനൊക്കെ ചോക്ലേറ്റ് കേക്ക് ഒരു ടേസ്റ്റും ഇല്ലാതാണ് എന്റെ ഒരു ടേസ്റ്റും ഇല്ല, പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഇല്ല. പക്ഷെ ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് മെഷർമെന്റ് നോക്കുമ്പോൾ ഇന്ത്യയില് സെയിം മെഷർമെന്റ് ആവും. രണ്ടിനും രണ്ട് മുട്ടയാണ്. പക്ഷെ എന്താണ് വാട്ടർ എന്താണ് വെള്ളം ഇതിൽ 90 ml പിന്നെ ബട്ടർ ഇതിൽ 35 ml ആണ്. ഒരു പാക്കറ്റ് ആണോ? സാധാരണ പൊടിയാണല്ലോ, വേറെ ഒന്നും ഇല്ലല്ലേ? കുടിച്ചില്ല നോക്കിയണോ? മിൻസയുടെ കഴിച്ച് ഇവിടുത്തെ കേക്ക് ഉണ്ടാക്കിയാണ്. കേക്കിന്റെ ഓവന് കത്തിച്ചറിഞ്ഞു. അതാ ഓവൻ അല്ല, ഇൻസാണല്ലേ ഓവന് കരിച്ചർ പൊടിച്ച ഓവൻ ആളെ പൊട്ടിച്ചത്. ഓവന്റെ 2 ഗ്ലാസ് മിൻസ് പൊട്ടിച്ചു. ഓരോ ഓവന് 4 പ്ലേറ്റ് ആണ് പൊട്ടിച്ചത്. 11 പൈസ. അതൊക്കെ 11 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, കത്തിച്ച് കളഞ്ഞിട്ടില്ല ഗൈസ്. അത് എന്താണ്, ഞാൻ ബ്രൗണി ഉണ്ടാക്കിയാണ് അതിന്റെ ഉള്ളിൽ വെച്ചു. പക്ഷെ ഞങ്ങൾ കേക്കിന്റെ ആ ഒരു നമ്മൾ ഓരോ നിൽക്കില്ല, ഞങ്ങൾ ചൂടാക്കല് മാത്രമേ. പക്ഷെ കേക്കിന് പ്രീഹീറ്റ് ചെയ്യാൻ അങ്ങനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇത്രയും കാലം കേക്കിന്റെ ആ ഒരു സാമാനിക ഇത് തൊടാത്തോണ്ട് അതിന്റെ ഉള്ളിൽ ഇത് വന്നിട്ട് പുകയൊക്കെ വന്നതിന്റെ ഉള്ളിൽ നിന്ന്. പിന്നെ അതിന് ശേഷം ഓണായിട്ടില്ലത്. കത്തിച്ച് കളഞ്ഞു, പൊട്ടിച്ച് തുടങ്ങി. ഞാൻ പിന്നെ ഇതൊക്കെ വായിക്കാൻ മിൻസ പറഞ്ഞ മാതിരി ചെയ്താലേ പണിയാവും. ചോക്ലേറ്റിന്റെ കളറാണ്, പക്ഷെ കാക്കാന്റെ വെറും വെള്ള. പിങ്ക് കളർ ഉണ്ടാവും. ഇത് വെള്ള കേക്കാ? ഇത് വെള്ള കേക്കല്ല, ഇവിടെ ഇതില് റെഡ്. ഇതിലൊക്കെ വരും. ഇത് 2 മുട്ടയാണ്. മണത്തോക്കെ ചോക്ലേറ്റിന്റെ മണം. ഇനി നമ്മൾ 2 മുട്ട പൊട്ടിക്കാൻ പോണേ. നല്ല മുട്ടൊക്കെ നോക്കി എടുക്കണ മുട്ടയിലുണ്ട് ഷേപ്പൊക്കെ. നമ്മൾ അല്ലാ, മിൻസനെ ഫുൾ പ്രൊഫഷണൽ പോലൊക്കെ കാണിക്കുന്നുണ്ട്. അതെ അതെ, അതൊരു ഓവൻ കത്തിപ്പോയി. മുട്ട ചാടി കാണിക്കുമല്ലോ. ഈ മുട്ട നമുക്ക് ഇതിന് ടെക്നിക്ക് നമ്മൾ ആദ്യം നല്ല കുലിക്കണം. എന്തായാലും നമ്മൾ പുറത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ അതിന് പകരം മിൻസ കണ്ടോ, ആ മിൻസിന്റെ കൂഞ്ചി പൊട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അതിനുള്ളിൽ തന്നെ മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് പകുതി പണി കുറഞ്ഞല്ലോ അല്ലെ ഗൈസ്? നോക്ക് കണ്ടോ, ഫുൾ കുലുക്കി. ഒരു മുട്ട കൂടി വേണം. അപ്പൊ 2 മുട്ടയും കുലുക്കി നമ്മൾ പൊട്ടിക്കണം പോലെ. എന്നാ പിന്നെ വെറൈറ്റി ബുദ്ധി ഉപയോഗിക്കണം. തല കൊണ്ടിരുന്നാൽ മതി, ബുദ്ധി ഉപയോഗിക്കണ്ടേ. അപ്പൊ ഇന്റെ മുട്ട ഇനി നമ്മള് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി കണ്ടോ. അപ്പൊ നമ്മളത് എന്തായി വേണ്ട, കൂഞ്ചി പൊട്ടിയില്ല. അതാ മാജിക് കണ്ടോ, എത്ര കുലിക്കാനും എന്റെ കൂഞ്ചി പൊട്ടൂല. അതാണ് എന്റെ മാജിക്. റെഡ് മുട്ടയായിരുന്നു. മിൻസ ഭയങ്കര എക്സ്പ്രഷൻ. അയ്യോ മിൻസല്ലേ വലിയ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടാണ് ചോര വന്നൊക്കെ പറയാൻ നിൽക്കല്. അപ്പൊ എന്താ സംഭവം, റെഡ് വെൽവെറ്റിന്റെ മിക്സ് ആണ് കഴിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ ഇതൊക്കെ അടങ്ങി നിൽക്ക്. 35 ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബട്ടർ 35 പ്രത്യക്ഷപ്പെട്ടു. 35 കാണാതായി പോവല്ലേ. ഇതൊന്ന് മാറി, എന്റെ പ്രശ്നം എന്താ?
മിൻസാന്റെ മാറി പ്രശ്നം എന്താ എന്റെ പറഞ്ഞൊന്ന് ചാർജ് ചെറുതാ ഇന്റെ ഒരു തേങ്ങ ചെയ്തില്ല ഞാൻ എന്റെ മുപ്പത്തഞ്ച് കാണില്ലല്ലോ കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിച്ചിരുന്ന കാര്യം പറ്റൂല അല്ല ഞാൻ നോക്കും അയ്യോ ഇച്ചോ എന്റെ മെഷർമെന്റ് തെറ്റിക്കോട്ടെ എന്ന് വെച്ചാലോ ഇന്റെ ഏകദേശം എന്താണ് 30 ഇത് കയ്യിൽ പറ്റൂല നമ്മക്ക് എത്ര ആവശ്യം കഴിഞ്ഞാ 50 ml ഇതിപ്പോ 55 കാണാണ്ടാവല്ലോ 50 ഇല്ല നമ്മ 55 എടുത്തു സപ്ത കടിയിലാണ് കിടക്കുന്നത് കഴിക്കാൻ പറഞ്ഞു എന്റെ ഒപ്പം തിരിച്ചു വരും അങ്ങനെ നമ്മളെ കേക്കിന്റെ ബാറ്റർ ഇവിടെ കുറച്ചൊക്കെ സെറ്റ് ആക്കി വെച്ചു ഇനി 4 മിനിറ്റ് ഇത് കൈകൊണ്ടാണ് ഈ 4 എന്താണ് ഞാൻ കാക്ക അങ്ങനെ ചെയ്ത പോലെ ഞാൻ ചെയ്താണേ അങ്ങനെ ഗൈസ് മിൻസന്റെ സാധനം ഇവിടെ മിൻസ ടേസ്റ്റ് ചെയ്ത് മിൻസ് എനിക്ക് എന്തെങ്കിലും പറയണോ ടേസ്റ്റ് ചെയ്തിട്ട് മിൻസ ചെറിയൊരു ഇത് കാട്ടി ഗൈസ് എന്താ മിൻസ സംഭവിച്ച് പറഞ്ഞെടുത്താ മിൻസ അതില് കൊണ്ടുപോയി ഒന്നുമില്ല ഗൈസ് കറക്റ്റ് മര്യാദക്ക് ഇതിൽ ഇവിടെ ഈ സാധനം എഴുതി വെച്ചു ഇൻഗ്രീഡിയൻസ് ഓളം ചെയ്താ എനിക്ക് കൊക്കോ പൗഡർ പിന്നെ അടുക്കളയിൽ നിന്ന് ഒന്നാണ്ട് ഇട്ട് പിന്നെ കൊക്കോ പൗഡർ ഇട്ട് ആട്ടോ പഞ്ചസാര ഇട്ട് ആട്ടോ പറഞ്ഞു അത് പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ് ഞാൻ ഇതിൽ കുറച്ച് എന്തായാലും ഗൈസ് അപ്പൊ സാധനം അവിടെ റെഡി ആയിട്ട് അടുത്ത ഈ സാധനം ഇവിടെ എത്തി ഇതിന് ഇവിടെ അടി ആയി ഗൈസ് ഇതിൽ ആര് വസ്തു ഉപയോഗിക്കണം ഞാൻ ഓർഡർ എന്താ അനലൈസ് ചെയ്യണേ ഒറ്റ തെർച്ചലെ കണ്ട കൈപ്പിളിങ്ങനാവും ഒക്കെപ്പാടെ മിൻസനാക്കണേ ഇത് കുറച്ച് മാറ്റിച്ചാളാ ഒക്കെപ്പാടെ മിക്സ് ചെയ്യൂടാ കുറച്ചും ബൈക്കോറച്ചും അങ്ങനെ നമ്മളെ ലോട്ട് അടുത്തൊരു പാത്രത്തിന് ലോട്ട് വേണം പാത്രം നമ്മൾ ഇതുവരെ ലോട്ട് ഉണ്ടാക്കിയില്ല അപ്പൊ നമ്മളിത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഈ ക്യൂബിനും ഈ ജെല്ലിക്കും ഉള്ള 2 ലോട്ട് ഉണ്ട് ഗൈസ് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറിച്ചു ക്യൂബ് കിട്ടുകയാണെങ്കിൽ അതുണ്ട് റൗണ്ട് കിട്ടുകയാണെങ്കിൽ റൗണ്ട് തന്നെ ഓക്കെ അല്ലേ റൗണ്ട് കിട്ടുകയാണെങ്കിൽ റൗണ്ട് ക്യൂബ് കിട്ടുകയാണെങ്കിൽ ഹാർട്ട് ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ നമ്മളെ കേക്ക് മിക്സ് ചെയ്യാൻ പോകണം പിന്നെ നമ്മൾ ഇതിൽ ചെറിയൊരു മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻസന്റെ ഹാർട്ട് അതാണ് ഈ പാത്രം തന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങി ഇനി ബട്ടർ മിൻസ ബട്ടർ വാങ്ങി വാ അങ്ങനെ കാക്കാന്റെ പണി ഇപ്പൊ ഏകദേശം എല്ലാം തോന്നുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ഒഴിക്കാൻ നിൽക്കണുള്ളൂ ഞാൻ എന്റെ ബട്ടർ ഹാർട്ട് അല്ലാ Oh, beautiful guys. അങ്ങനെ പ്രധാനപ്പെട്ട അടുത്ത മെയിൻ സംഭവം എന്താണ് ഡെയിലിട്ട് ബേക്ക് ചെയ്യുന്നുള്ളത് മിൻസ കേടെടുത്ത് ഓവനും ഉണ്ട് ഇവിടെ പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റവ് റെഡി അപ്പൊ ഗ്യാസ് സ്റ്റവ് ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ രണ്ടിലേതിലും ഒന്ന് വേണം ചൂസ് ചെയ്യാന് അപ്പൊ മിൻസ ഏത് ചൂസ് ചെയ്യും എനിക്ക് സത്യത്തില് ഓവൺ ആണെന്നുണ്ടെന്ന് സ്റ്റവ് ആണെന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ ഇതിനു വേണ്ടി മോർ ഇൻടു സ്റ്റൗ കാരണം സ്റ്റൗ നമുക്ക് ലൈവായിട്ട് കണ്ടു ചെയ്യാം ഓവന് പോയി എനിക്ക് സ്റ്റവ് രണ്ടായാലും കിടന്നാലും നമ്മൾക്ക് വിചാരിച്ച കിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് എന്താ മീൻസ് ഓർഡർ വേണം അല്ലെങ്കിൽ സ്റ്റോൺ പേപ്പർ സീസേഴ്സ് ഒന്നേ പൂജ സ്റ്റോൺ പേപ്പർ സീസേഴ്സ് മിൻസന്റെ അനലൈസ് പാളിട്ടോ Stone, paper, scissors. Last. Stone, paper. Stone, paper, scissors. Oh shit, Stone, paper, scissors. Yes! Stove or oven? എനിക്ക് ഡെഫിനറ്റ്ലി സ്റ്റൗ. അപ്പൊ ഗൈസ് നമ്മൾ ഓവനിൽ വെക്കാൻ പോണേ. ഹായ് ഗൈസ് അങ്ങനെ നമ്മളെ കേക്ക് അതിനുള്ളിൽ കയറിയിരിക്കണേ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും കേക്ക് ഓവൻ പൊട്ടിത്തെറിക്കോ ഇല്ലേ നമുക്ക് കാണാൻ പറ്റും. യെസ് ഗൈസ് അങ്ങനെ മിൻസന്റെ ഹാർട്ട് പോലത്തെ കേക്ക് ഒന്നിനുള്ള കയറിക്കാണ്. മിൻസ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ഹായ് മിൻസ. ഓൾ സെറ്റ് ലെവൽ നമ്മൾ അടച്ചു വെച്ചു ഗൈസ്. ഓൾ സെറ്റ് ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ മിൻസന്റെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം. വൗ അങ്ങനെ ഇന്റെ കേക്ക് ഇവിടെ റെസ്റ്റ് ആണ്. അപ്പൊ അടുത്ത നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാൻ പോണേ. നമ്മുടെ കേക്ക് തുടങ്ങാൻ പോണ. ഞാൻ ജസ്റ്റ് നിന്റെ കേക്ക് കാണിച്ചത് ഗൈസ്. എന്റെ കേക്ക് വളർന്ന് വന്നപ്പോൾ ചെറുതായി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കേക്ക് ഉള്ളത്. അത് ഗൈസ് ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ജഡ്ജ് ചെയ്യാനൊന്നും പാടില്ല. അതിന്റെ കുട്ടിന്റെ നമ്മൾ ഐസിങ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ബേസ് ലെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കളർ ആഡ് ചെയ്യും.
ഞാൻ പറഞ്ഞു കൊടുക്കണം. അതായിട്ട് നമ്മൾ വിപ്പിംഗിലേക്ക് കളർ ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ ടോപ്പിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ മുണ്ടല്ലേ അവിടെ തുടങ്ങിക്കണു. വൈറ്റ് കളർ സൂത്തിങ് മീശ. അങ്ങനെ നമ്മുടെ കേക്കിന്റെ ഐസിംഗ് ഒക്കെ കഴിഞ്ഞു. ആദ്യം നമുക്ക് കാക്കയിലേക്ക് പോവാം. ഐസിങ് നമ്മളിപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞു വെച്ചോളൂ. ഇത് എന്താ വെട്ടിയിട്ട് എന്തൊരു ചിക്കൻ മീറ്റാണ് ഞാൻ ചിക്കൻ പീസ് പോലെയാണ് കിടക്കുന്നത്. എന്താ പറയാ ഇഷ്ടികയാണ് ബ്രിക്ക് ഷേപ്പിലെ അങ്ങനെ സംഭവം നമ്മൾ ചെയ്തത്. ഇത് പറഞ്ഞ ഉറുപ്പിനെ കൂട്ടായില്ലേ ആ ഹൃദയത്തിന്റെ. എന്ത് രസാണ് നോക്കിന്റെ കുട്ടി. അങ്ങനെ നമ്മൾ അടുത്ത എന്താണ് ലാസ്റ്റ് ആയിട്ട് ഗൈസ് നമ്മളിവിടെ കളർ മിക്സ് ചെയ്യാൻ തുടങ്ങി. മിൻസിന്റെ കളർ കാണിച്ചാ എന്റെ കളർ പറയുന്നത് ബ്ലൂ ആണ്. മിൻസ് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അയ്യോ അവിടെ കാണില്ലല്ലോ. ഓക്കെ ഗൈസ് കണ്ടോ, ഞാൻ ഇവിടെ റെഡ് മിക്സ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പൊ ഇനി നമ്മൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ മിൻസ് കഴിഞ്ഞ് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമുക്ക് കുറെ ലോട്ടിൽ എടുത്തിട്ടുണ്ട്, കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഓരോരോ ലോട്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് നല്ല ലോട്ട് എടുത്തേക്കുക, നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടും. ഒറ്റ ലോട്ടാണ്. അപ്പൊ ഫസ്റ്റത്തെ ലോട്ട് എന്തെങ്കിലും വെച്ചാൽ അപ്പൊ ഫസ്റ്റത്തെ 2 ലോട്ടില് എന്താണ് നിർത്തോ എടുത്തോ. ഓക്കെ മിൻസൊക്കെ കിട്ടി, എനിക്ക് കിട്ടി. ഇപ്പൊ തുറക്കണ്ട അടുത്തൊക്കെ അടുത്തോ. ഞാൻ അടുത്തായിട്ടുള്ള ലോട്ട് നമുക്ക് തീർക്കാം. ഓക്കെ ചേർത്തോ. ഞാൻ എടുക്കാം. ഓക്കെ അയ്യോ കിട്ടില്ലല്ലോ. ഓക്കെ ഞാൻ തുറക്കല്ലേ. നീ എടുക്കണം. ഫസ്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കണം. ഏതാ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോണേ ഫസ്റ്റ്? ഏതാ മീൻസ് അവന്റെ കിറ്റ്കാറ്റ് നിർത്തോ. മീൻസൊക്കെ കിറ്റ്കാറ്റ് കിട്ടി, എനിക്ക് മഞ്ചാണ്. അടുത്ത ഞാൻ തുറക്കാം. എനിക്ക് ഓരോ കിട്ടി. എന്താ വൈറ്റ് ചോക്ലേറ്റ്. കാണിച്ചെടുക്കട്ടെ. ഇതാണ് ചോക്ലേറ്റ് ചിപ്സ്. ഇനി അടുത്തായിട്ട് ഇതെന്താ ഗോൾഡ് ഷുഗർ ബോൾ. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് പോട്ടെ. സിൽവർ. എനിക്ക് സിൽവർ ഷുഗർ ബോൾസ്. ഗോൾഡ് അല്ലേ? ഓക്കെ എനിക്ക് സിൽവർ. അടുത്തത് ചോക്ലേറ്റ് വേഫർ. ചോക്ലേറ്റ് വേഫർ എനിക്ക് കിട്ടി. യെസ്. അപ്പൊ മിൻസൊക്കെ വൈറ്റ്. പിന്നെ ചോക്ലേറ്റ് വേഫർ ഉണ്ടാ ഗൈസ്. എനിക്ക് സ്റ്റോൺസും കിട്ടി. ആ ജെംസ് കാണിച്ചു കൊടുക്ക്. ഗൈസ് മിൻസ് കിട്ടിയ ജെംസ് ആണ്. യെസ് ഗൈസ്, അപ്പൊ ഞാൻ അതിന്റെ കേക്കിന്റെ ടോപ്പ് ലെയർ വരെ സെറ്റ് ആക്കി. കണ്ട ഗൈസ്. ഓ എന്റെ ഇപ്പൊന്നും മാറിയില്ലല്ലോ മിൻസ. എന്താ കാർഡിന് മിൻസ? ഞാൻ അടുത്തായിട്ട് ഞാൻ ക്യൂബ്സ് പൊട്ടിച്ചാലെന്നാണ് ആലോചിക്കുന്നത്. ക്യൂബ്സ് പൊട്ടിച്ചാണ് മിൻസിന്റെ ക്യൂബ്സ് ആണ് ഗൈസ് ഇത്. അപ്പൊ ഞാൻ എടുത്തു. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ കേക്കിന്റെ എന്താണ് മേലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഈ സാധനം കൊണ്ട് ഇങ്ങനെ ആക്കി. പിന്നെ അതിന് മേലെ കുറച്ച് ഞാൻ ഈ ബ്രെഡ് ഈ ക്രംസ് വെച്ചൊന്ന് പരീക്ഷ നോക്കിയാണ് ഗൈസ്. കാരണം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് നോക്കിയിരിക്കുകയാണ്. അതെ മിൻസോട് നോക്കിയിരിക്കുകയാണ്. മിൻസിന്റെ കേക്ക് ഇപ്പോഴും ഞാൻ എന്റെ വിപ്പിംഗ് ക്രീം തണുപ്പിക്കാൻ വെച്ചിട്ടാണ്. ബിക്കോസ് എന്താ പറയാ, എനിക്ക് എല്ലാം നല്ല രീതിയിലാണെന്നുണ്ട്, പക്ഷെ ഒന്നും നല്ല രീതിയിലാണില്ല. നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ വന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കുറച്ച് എടുത്താൽ നമ്മുടെ ഇതാക്കണം. മമ്മി ഇവിടെ ഇതെന്താ സംഭവം? ഡിസൈനിങ് ഫേസിലാണ് ഒരു ക്യൂബ് അപ്പൊ ആകെ 4 ക്യൂബ് ഉള്ളത്. മീൻസ് ക്യൂബ് ഇവിടെ നമ്മൾ ഇങ്ങനെ പർപ്പിൾ ക്യൂബ് ഇല്ലാത്തോണ്ടാണ്. പർപ്പിൾ ക്യൂബ് ഒക്കെ തരാം മീൻസ് എല്ലാവർക്കും തരാം. ഡിപ്രഷൻ സ്റ്റേജ് ഗൈസ്. എനിവേസ് ഇന്റെ ബ്ലൂ കളർ എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ഔട്ട്ലൈൻ കൊടുക്കാന്ന്. അതെ ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണ്ടോ മീൻസപ്പ തുടങ്ങണോ. ഞാനല്ല ഗൈസ് ഇതൊക്കെ പാട് ഇതിനോട് വെക്കും വേണ്ടത് ഒന്നും ഉണ്ടാക്കാനും പറ്റൂല. ഇതെന്താ സംഭവം? എന്താ ഞാൻ ഇവിടെ കവാട വരച്ചോണ്ടിരിക്കുന്നു ഗൈസ്. 3 കവാട വരച്ചു. സംസാരിക്കാത്തത് എന്താ ഉണ്ടായ അയിമ വെക്കാൻ പോയി നേരെ വായിക്കട്ടല്ലേ. ഇനി ഞാൻ വിചാരിക്കണത് മനക്ക ഇനി എന്താ മനക്ക പറയൂ, ഞാൻ ഒരു ബോ കൊടുത്താലോ? മനക്ക കൊടുത്തോ, എന്റെ കേക്കല്ലേ. ആരാ ജഡ്ജ്? ഞാനാ ജഡ്ജ്. അവസാനം എങ്ങനെ വിന്നറിനെ എങ്ങനെ സെലക്ട് ചെയ്യാ? അത് മമ്മി. മമ്മിയാ? ഓക്കെ. എന്താ എന്താ കേക്കട കൊഴിഞ്ഞാണ് കേട്ടോ. കേക്കിനൊക്കെ ഒട്ടിച്ച് വെച്ചിക്കണം. ഒന്നും നമുക്ക് മുള്ള എന്താ പറയൂ. ആണേ
ഇല്ലാണ്ടല്ലോ ഇപ്പൊ. ഓ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ ഒന്നും കഴിയുമ്പോ തൊട്ടില്ലല്ലോ. അയ്യോ അയ്യോ ഞാനിവിടെ ഞാൻ ഇവിടെ ജംസ് ഓരോന്ന് വെക്കാൻ തുടങ്ങി. എന്റെ ലാസ്റ്റ് കളർഫുൾ ആയി ഗൈസ്. ഞാൻ ഇപ്പൊ ആ സത്യം ഞാൻ അറിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ നല്ല രസല്ലേ രക്ഷയില്ല കണ്ട നോക്ക് നിഷ കണ്ടോക്ക് നല്ല രസമുണ്ട് നിഷ. അസൂയയുടെ കോട്ടിമാരാണ് മിൻഷ എന്ന് പറയുന്നത്. സാധനങ്ങളൊക്കെ ഇപ്പൊ അന്താരാഷ്ട്ര പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെയാണ് കണ്ടാ മനസ്സിലാവുണ്ടാവും. ഒരു ബോ ആണ് ഞാൻ ആദ്യം ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. സംസാരിക്കാൻ സമ്മതിക്കണില്ല. ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു റിച്ച് ബെൻഡോ കേക്ക് ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ഡിസൈൻ ഒക്കെ കൊടുത്തത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മനസ്സിലായി സിമ്പിൾ ബെൻഡോ കേക്ക് കൊണ്ട് ഒന്നും നടക്കാൻ ഒരു ലോറി നിറച്ച കേക്ക് നോക്കി കണ്ടോ ഗൈസ്. ഏതായാലും വെറൈറ്റി നിങ്ങൾ പറയും. ഞാൻ സാബറ്റോ ചെയ്താലോ ഗൈസ്. ഇനി ഞാൻ ഇത് അപ്സൈഡ് ഡൗൺ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ അല്ല പിന്നെ അതൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആഹാ കാക്കനെ പണി ഓളെ തുടങ്ങിട്ടോ. മീഷ ഇതെന്താ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് സത്യത്തിൽ കണ്ടാ മനസ്സിലാവുണ്ടാവും കേട്ടോ. ഗൈസ് സൈലൻസ് ഭയങ്കര ലൗഡാണ്. കളറ് ചിന്തല്ലോ കളർ തട്ടാതെ കാര്യങ്ങള് കഴിഞ്ഞോട് കൂടി കയ്യിന്ന് പോയി. എന്താടി എന്നാ സാധനം? ഇതെന്താ സാധനം കാക്ക? സ്വിമ്മിംഗ് പൂളാ? മൂന്നാൾക്കാർ സ്വിമ്മിംഗ് പൂള് കടന്നിറങ്ങണേ. അൾട്രാവേഴ്സ് എക്സ്ട്രീം കേക്ക് ചാലഞ്ച്. ഓയ് 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 അതും എടുത്ത് മാറ്റിക്കോട്ടെ. എനിക്ക് പാട്ടി ആനവണ്ടി എക്സ്ട്രീം കേക്ക്. മമ്മച്ചിക്ക് എന്താ പറയാ പറഞ്ഞോളെ. എന്താ പറയാ ഈ ചെറിയ കുട്ടികളാട്ടോ ഇതൊക്കെ ഇടാണ് ഇക്കമ്മതൊക്കെ വേസ്റ്റ് ആവണ്ടെങ്കിൽ സങ്കടാവുക. ആ ക്ലാസ് എടുത്താണിമ്മ ഈ അയ്യേ പറഞ്ഞിട്ടാണ് എനിക്ക് വേറെ ഇതാവണത്. ഞാൻ ഒറ്റ മഞ്ജു കൂടി ഉണ്ടാവും പൊട്ടിച്ച ഇന്റെ സാധനം ഫുള്ള് ഞാൻ തീർത്തു. പറ്റൂല. ഇന്റെ ഇനി പകുതി സാധനങ്ങൾ അവിടെ കിടക്കുകയാണ് ഗൈസ്.